രാത്രികാലം നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. ദൈവത്തിൻ്റെ വചനമായി നിൽപ്പാൻ തക്കോണം കഥ ഒരുക്കി തന്നതായ ഈ മനോഹരമായ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിവിടെ ഇരുന്നപ്പോൾ അനേകം ബാല്യകാല ഓർമ്മകൾ ഇങ്ങനെ അയവിറക്കിയായിരുന്നു. കാരണം ഈ കണ്ടമ്പേരൂടെ പോകുന്ന ബസ്സിലാണ് ഞങ്ങൾ റാന്നി കോളേജിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയങ്ങളിൽ മേൽപ്പെട്ടതായിട്ടുള്ള അനേക പ്രിയപ്പെട്ടവർ സൈഡ് ഡ്രമ്മുമായിട്ട് ബസ്സിൽ കയറി ലജ്ജ കൂടാതെ ദൈവത്തെ പാടി ആരാധിക്കുന്നതൊക്കെ ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഓർക്കുകയായിരുന്നു. അതിനും പുറകോട്ട് പോയാൽ എൻ്റെ വളരെ ചെറുപ്രായത്തിൽ ഫാസ്റ്റർ CS മാത്യു പ്രവചന വിഷയങ്ങളെടുത്ത് സംസാരിക്കുന്നത്, കൺവെൻഷനിൽ സംസാരിക്കുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഈ പ്രസ്ഥാനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില വർഷങ്ങൾക്ക് ശേഷം ഇവിടെ കടന്നു വന്നപ്പോൾ ഇവിടെ കണ്ട പോസിറ്റീവായ എല്ലാ ചേഞ്ചസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഈ പ്രസ്ഥാനത്തെ വളർത്തുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഡോക്ടർ രാജിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള ആ ശ്രേഷ്ഠമായ ലീഡർഷിപ്പിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവദാസന്മാരെ എല്ലാവരെയും ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. ഞാൻ വന്നപ്പോൾ ഒന്ന് ഓടിച്ചു നോക്കി. എനിക്ക് പരിചയമുണ്ടായിരുന്ന പ്രായമുള്ള അനേക ദൈവദാസന്മാരെ ഇന്ന് ഇവിടെ കാണുന്നില്ല. അനേകരും നിത്യതയിലേക്ക് കടന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും വേറെ തലമുറയെ ദൈവം എഴുന്നേൽപ്പിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഇന്ന് രാത്രികാലത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും വായിച്ച് സഹായിക്കണം. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടി ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. നമ്മൾ വായിച്ചങ്ങ് വിടുമ്പോൾ, പലപ്പോഴും വായിച്ച് നമ്മൾ ആവേശം കൊള്ളുമ്പോൾ, ആവേശകരമായിട്ട് പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചോ അത് എഴുതാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. എന്നാൽ ശാന്തമായിട്ടിരുന്ന് ദൈവം പഠിക്കുമ്പോൾ അല്ല ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ പശ്ചാത്തലം ഉണ്ടായിരുന്നല്ലോ, ഇതിനൊരു കാരണമുണ്ടായിരുന്നല്ലോ. അപ്പോസ്തലൻ പൗലോസ് പരിശുദ്ധാത്മ നിറവിലാണ് എഴുതിയതെന്ന് നമ്മൾ പറഞ്ഞങ്ങ് വിടുകയുള്ളെങ്കിലും വാസ്തവത്തിൽ വെറുതെ അങ്ങ് വായി വന്ന് എഴുതി വിടുകയല്ലായിരുന്നു. പിന്നെയോ കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ വായിക്കുന്നവർക്ക് മനസ്സിലാകും എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് അവർക്കറിയാവുന്ന സാംസ്കാരിക പശ്ചാത്തലം ഉപയോഗിച്ച്, ചരിത്ര പശ്ചാത്തലം ഉപയോഗിച്ച് ഒക്കെയാണ് താൻ അത് എഴുതിയത്. ഇന്നിവിടെ നമ്മൾ വായിച്ചായിട്ടുള്ള വേദഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോഴും നമ്മുടെ ചിന്തകൾ മുമ്പോട്ട് പോകുമ്പോൾ അത് വ്യക്തമാകും. ഞാൻ അപ്പോൾ അത് വ്യക്തമാക്കി തരാം, നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ മതി. ഈ 3 വാക്യങ്ങളിലായിട്ട് ധാരാളം കാര്യങ്ങൾ കിടപ്പുണ്ട്. ആ 13, 14, 15 3 വാക്യങ്ങൾ നമ്മൾ വായിച്ചുള്ളൂ. പക്ഷേ ആ 3 വാക്യങ്ങളിലായിട്ട് ധാരാളം കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രികാലം നമ്മൾ വായിച്ചത്. അപ്പോസ്തലൻ പൗലോസിൻ്റെ ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് 4 വിധ ആളുകളെ, അല്ലെ 4 വിധ ശക്തികളെ ദൈവജനത്തിൻ്റെ ശത്രുക്കളായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. 4 കൂട്ടരെ ശത്രുക്കളായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. ഒന്ന്, പിശാചിനെ കുറിച്ച് തന്നെയാണ് താൻ ശത്രുവായിട്ട് ചിത്രീകരിക്കുന്നത്. പക്ഷേ പിശാച് എന്നുള്ള പേരല്ല താൻ എപ്പോഴും ഉപയോഗിക്കുന്നത്. വ്യത്യസ്തമായ പേരുകൾ ഉപയോഗിച്ച് പിശാചിനെ കുറിച്ച് തൻ്റെ വിവിധങ്ങളായ ലേഖനങ്ങളിൽ താൻ നമ്മോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. ഒരിടത്ത് അപ്പോസ്തലൻ പൗലോസ് പിശാചിനെ വിളിച്ചേക്കുന്ന ഈ ലോകത്തിൻ്റെ ദൈവമെന്നാണ്. വേറൊരിടത്ത് പിശാചിനെ അപ്പോസ്തലൻ പൗലോസ് വിളിച്ചിരിക്കുന്ന അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവെന്നാണ്. വേറെ ഒരിടത്ത് താൻ വിളിച്ചിരിക്കുന്നത് ആകാശമണ്ഡലത്തിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയായിട്ടാണ്. അങ്ങനെ പല ഭാഷകൾ ഉപയോഗിച്ചാണ് ദൈവജനത്തിന് എതിരെ നിൽക്കുന്ന ശത്രുവായ സാത്താനെ കുറിച്ച് താൻ സംസാരിച്ചിട്ടുള്ളത്. രണ്ടാമതായിട്ട് റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ വീണുപോയ ദൂതന്മാർ ഹ്യൂമൻ ഹിസ്റ്ററിയിൽ, അല്ലെ മനുഷ്യ ചരിത്രത്തിൽ എങ്ങനെ അവർ ഇൻ്റർഫിയർ ചെയ്യുന്നതും എങ്ങനെ മാനവജാതിക്കെതിരായിട്ടും പ്രത്യേകിച്ചും ദൈവമക്കൾക്കെതിരായിട്ടും പ്രവർത്തിക്കുന്നെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ് റോമാലേഖനം 8-ാം അധ്യായം. മൂന്നാമതായിട്ട് അപ്പോസ്തലൻ പൗലോസ് ഈ ലോകത്തെ നമ്മുടെ ശത്രുവായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 3-4 വാക്യങ്ങൾ, 1 കൊരിന്ത്യർ 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ ലോകത്തെ നമ്മുടെ ശത്രുവായിട്ട് അപ്പോസ്തലൻ പൗലോസ് ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ലോകമെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഭൂഗോളത്തെ അല്ല
താൻ ശത്രുവായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന പിന്നെയോ ഈ ഭൂലോകത്തിൻ്റെ മണ്ഡലത്തിൽ നടക്കുന്ന സകല വ്യാപാരങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ് നമ്മുടെ ശത്രുവായിട്ട് അവന് ചിത്രീകരിച്ചിരിക്കുന്നത്. നാലാമതായിട്ട് മരണത്തെ നമ്മുടെ ശത്രുവായിട്ട് അപ്പോസ്തലൻ പൗലോസ് ചിത്രീകരിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് താൻ നമ്മളോട് പറയുന്നുണ്ട്, ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും എന്നുള്ള പ്രസ്താവന നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഈ 4 കൂട്ടം ശത്രുക്കൾ നമുക്കുണ്ട്. 1 പിശാച്, 2 ഫോളൻ ഏഞ്ചൽസ്, 3 ദ സിസ്റ്റംസ് ഓഫ് ദിസ് വേൾഡ്, 4 മരണം. ഇതെല്ലാം നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയിൽ നമ്മളെ പരാജയപ്പെടുത്തണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ശക്തികളാണ്. അപ്പോൾ ആ ശത്രുക്കളെ എങ്ങനെ നമുക്ക് ജയിക്കാൻ ഒക്കും എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താവിഷയം. അതിനുവേണ്ടി അപ്പോസ്തലൻ പൗലോസ് നമുക്ക് വരച്ചു കാണിക്കുന്നതായിട്ടുള്ള ഒരു ചിത്രമാണ് കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അത് ഞാൻ വാക്യമായിട്ട് എടുത്തിട്ട് പിന്നെ ആ വാക്യങ്ങളെ ഒന്നുകൂടെ മുറിച്ച് ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ തക്കണം ആഗ്രഹിക്കുക. ആ 13-ാം അധ്യായം നിങ്ങളൊന്നുകൂടെ ശ്രദ്ധിച്ചേ. നമ്മളെല്ലാവർക്കും ഉള്ള 2 പ്രശ്നങ്ങളെക്കുറിച്ച് അപ്പോസ്തലൻ പൗലോസ് സംസാരിച്ചു കൊണ്ടാണ് തൻ്റെ ചിന്തകൾ അവിടെ ആരംഭിക്കുന്നത്. ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ യു ആർ സ്പിരിച്വലി ഡെഡ്. നമ്മൾ ആത്മീയമായിട്ട് മരിച്ചവരായിരുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയ 13-ാം വാക്യത്തിൽ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. എന്നാൽ അവിടെ 2 പ്രശ്നങ്ങളും 2 സൊല്യൂഷൻസും തരിക ആ വാക്യത്തിൽ. ഒന്നാമത് പറയുന്നത് നമ്മളെല്ലാവരും സ്പിരിച്വലി ആത്മീയമായിട്ട് മൃതപ്രായരായിരുന്നു. അപ്പോൾ ആത്മീയമായി മൃതപ്രായരാണ് നമ്മളെന്ന് പറഞ്ഞാൽ ദൈവമക്കളായ നമുക്കെല്ലാം അറിയാം. അനേക തവണ നമ്മൾ അതിനെക്കുറിച്ചുള്ള മെസ്സേജസ് ഒക്കെ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ അതിനുള്ള പരിഹാര മാർഗം എന്തുവാ? എന്നെ ആത്മീയമായ മൃതപ്രായമായ അവസ്ഥയിൽ നിന്നും എന്നെ ആത്മീയമായിട്ട് ജീവിപ്പിക്കാൻ തക്കവണ്ണം ഉള്ള പരിഹാര മാർഗം എന്തുവാ എന്ന് ചോദിക്കുന്ന ആ ചോദ്യം ഭാരതീയ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും വളരെ പ്രസക്തമാണ്. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ അല്പമൊക്കെ ഇവിടുത്തെ ലൈവ് സ്ട്രീം കാണുന്നുണ്ടായിരുന്നു രാത്രികളിൽ. അപ്പോൾ ഒരു ദൈവദാസനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ട് വിശദമായിട്ട് ഞാൻ അതിലേക്ക് ഇറങ്ങിപ്പോവുകയില്ല. എന്നാൽ നമുക്കറിയാമല്ലോ, ക്രൈസ്തവ മതവും മറ്റു മതങ്ങളും തമ്മിൽ വലിയ ഒരു വ്യത്യാസമുണ്ട്. മറ്റു മതങ്ങളെല്ലാം പറയും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ജീവിപ്പിക്കാം. എന്നാൽ ക്രൈസ്തവ മതം തീർത്ത് കൽപ്പിക്കും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ജീവിപ്പിക്കാൻ സാധ്യമല്ല. പാപം എന്ന് പറയുന്നതിൻ്റെ ഉറവിടത്തെക്കുറിച്ച് തന്നെയുള്ള കാഴ്ചപ്പാട് 2ആണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. കാരണം നമ്മുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച്, ക്രൈസ്തവ വിശ്വാസ പ്രമാണം അനുസരിച്ച് നമ്മൾ പാപികളായിട്ടാണ് ജനിക്കുന്നത് തന്നെ. കാരണം ആദ്യ മനുഷ്യനായ ആദാം പാപത്തിൽ വീണപ്പോൾ സകല മാനവജാതിയും പാപത്തിൻ്റെ അംശികളായിട്ട് തന്നെ. കാരണം എന്ന് ചോദിച്ചാൽ ആദാം പാപം ചെയ്ത് സകല മാനവജാതിയുടെയും പ്രതിനിധിയായിട്ടാണ്. അതിനുശേഷമാണ് അവർക്ക് കുഞ്ഞുങ്ങൾ ജനിച്ചത്. അപ്പോൾ അത് തലമുറയായിട്ട് ആ പാപത്തിൻ്റെ പ്രകൃതി ഇങ്ങനെ തുടർന്നു വന്ന് നമ്മുടെ തലമുറ തുടരുന്നു. ഇതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെങ്കിൽ ഭാരതീയർ ഇതിനെ അംഗീകരിക്കുന്ന ഒരു ചിന്താഗതിയല്ല. സ്വാമി വിവേകാനന്ദൻ 19-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ ചിക്കാഗോ പട്ടണത്തിൽ നടന്ന ലോക മഹാസമ്മേളനത്തിൽ വന്ന് പങ്കെടുത്തു. ഭാരതത്തിൽ നിന്ന് വന്ന് പങ്കെടുത്തപ്പോൾ തൻ്റെ പ്രസംഗം ഭയങ്കര ഫേമസ് ആയി. ഒറ്റ പ്രസംഗം കഴിഞ്ഞപ്പോൾ താൻ അമേരിക്കയിൽ ഭയങ്കരമായിട്ട് പോപ്പുലറായി. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? തൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ താൻ കൊണ്ട് സ്ഥാപിച്ചത് മനുഷ്യനെ ഒരു പാപി എന്ന് വിളിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. ഇതായിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ മെയിൻ പോയിന്റ്. മനുഷ്യനെ ഒരു പാപി എന്ന് വിളിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. അതുകൊണ്ട് ഞങ്ങൾ ഹിന്ദുക്കൾ മനുഷ്യരെ പാപികൾ എന്ന് വിളിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഹിന്ദു മതത്തിൻ്റെ മാത്രമല്ല, ഈവൻ ഇസ്ലാമിക് ഫെയ്ത്ത് പോലും നമ്മൾ എടുത്തു പഠിച്ചാൽ, മുസ്ലിം മതം പോലും എടുത്തു പഠിച്ചാൽ, അവർ പാപത്തിൻ്റെ അടിസ്ഥാന കാരണമായിട്ട് കാണുന്നത് അല്ലെ പഠിപ്പിക്കുന്നത് അജ്ഞതയാണ്, അജ്ഞതയാണ്. അപ്പോൾ അറിവില്ലായ്മയാണ് നിന്റെ ബേസിക് പ്രോബ്ലം. അല്ലാതെ നീ ജനിച്ചത് പാപത്തിലല്ല, നിനക്ക് എൻ്റെ അറിവില്ലായ്മയാണ് നിൻ്റെ ബേസിക് പ്രോബ്ലം. ആ അറിവ് നേടാൻ തക്കവണ്ണം ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. പിന്നെ നിൻ്റെ കർമ്മപാപത്തിനുള്ള പരിഹാരമായിട്ട് ഇന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. നീ ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെയൊക്കെ പാപത്തിൽ നിന്നും മോക്ഷം ലഭിക്കും. ഇതാണ് അവർ പഠിപ്പിക്കുന്നത്, നമുക്കറിയാം. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ കാര്യമാണ്. ഈ പുസ്തകം വിളിച്ച് പറയുകയാണ്, നിങ്ങൾക്ക് ഒരിക്കൽ പോലും നിങ്ങളെ തന്നെ സ്വയം ജീവിപ്പിക്കാൻ കഴിയത്തില്ല. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ മിതപ്രായര. മരിച്ചൊരു മനുഷ്യൻ തന്നെ എഴുന്നേറ്റ് വരുന്ന എവിടെയും കണ്ടിട്ടുണ്ടോ? ഹാർട്ട് അറ്റാക്കായി കാർഡിയാക് സീഷർ ഉണ്ടായ ഒരു മനുഷ്യനെ നമുക്കറിയാം. ഡോക്ടർമാർ
ഇലക്ട്രോഡ് ഉപയോഗിച്ച് ജീവിപ്പിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ ഡോക്ടർ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ആ മനുഷ്യൻ തിരിച്ചു വരുമായിരുന്നോ? ഒരിക്കലും വരത്തില്ലായിരുന്നു. അപ്പോൾ എങ്ങനെ ഭീമാകാരമായ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ഹൃദയം നിന്നുപോയ ഒരു മനുഷ്യനെ, അധികം ടൈം ഫ്രെയിം ഉണ്ട്, ആ ടൈം ഫ്രെയിമിനകത്താണെങ്കിൽ ഒരു ഡോക്ടർക്ക് എങ്ങനെ ഇലക്ട്രോഡ് വെച്ച് അവൻ്റെ ശരീരത്തോടെ കറണ്ട് പായിച്ച് അവനെ എങ്ങനെ ജീവിപ്പിക്കാൻ ഒക്കുമോ, അതേ പദപ്രയോഗമാണ് ഓൾഡ് ഇംഗ്ലീഷ് ബൈബിളിൽ പാപത്തിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരുന്നതിനെ കുറിച്ച് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതായിട്ടുള്ള പദപ്രയോഗം. ഇവിടെ മലയാളത്തിൽ ഇപ്പോൾ സമകാലീന ഇംഗ്ലീഷ് ബൈബിൾ നമ്മൾ വായിച്ചാൽ പോലും അവൻ നമ്മളെ ജീവിപ്പിച്ചു എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. സമകാലീന ഇംഗ്ലീഷ് ബൈബിൾ പോലും ഹി മെയ്ഡ് അസ് അലൈവ് എന്നുള്ള പദപ്രയോഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ഓൾഡ് ഇംഗ്ലീഷ് ബൈബിൾ അങ്ങനെയല്ല, ഹി ക്വിക്കൻഡ് us എന്നാണ്. ക്വിക്കൻഡ് us ബൈ ഹിസ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ അറിയാമോ? എത്രമാത്രം ഈ ശക്തമായ മെഗാ വോൾട്ടേജ് ആ ഇലക്ട്രോഡ് അടിച്ച് നിന്നുപോയ ഹൃദയത്തെ വീണ്ടും ചലിപ്പിക്കുന്നുവോ, അതുപോലെയാണ് യേശു ക്രിസ്തു എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നാണ് ദൈവത്തോട് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. സോ ഹി ക്വിക്കൻഡ് us. ഞാൻ ഒരിക്കൽ അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചവരായിരുന്ന നമ്മളെ അവൻ ജീവിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ജീവിപ്പിച്ചു എന്നുള്ള വലിയ പദപ്രയോഗമായിട്ട് നമ്മൾ പറഞ്ഞു വിടത്തേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പിന്നിലെ ചിന്ത എന്തായിരുന്നു നമ്മൾ ചിന്തിക്കണം. ഹി ക്വിക്കൻഡ് മീ. ഞാൻ എൻ്റെ മൃതപ്രായമായ അവസ്ഥയെ മാറ്റി, ചലനമറ്റ അവസ്ഥയിൽ നിന്ന് ചലിക്കുന്നവനാക്കി മാറ്റി, അവിടെ നിന്ന് തന്നെ അവൻ എഴുന്നേൽപ്പിച്ച് പിന്നീട് കഴിഞ്ഞാൽ അതിലേക്ക് വരികയാണ്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ വിഷയം. ഒന്നാം നമ്മൾ മൃതപ്രായരായിരുന്നു. രണ്ടാമത് അവിടെ ഒരു പദപ്രയോഗമുണ്ട്. എന്താണെന്ന് അറിയാമോ? ജഡത്തിന്റെ പരിച്ഛേദന ആയിരുന്നു നമ്മുടെ രണ്ടാമത്തെ വിഷയം. എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇമ്മോറൽ ലൈഫ് സ്റ്റൈലായിരുന്നു നമ്മുടെ എല്ലാവരുടെയും. അധാർമിക ജീവിതമായിരുന്നു. അതൊന്നും നമ്മളെല്ലാം സമ്മതിക്കാൻ തയ്യാറാണ്. കാരണം പാപം ചെയ്യാത്തവരായിട്ട് ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്നവർ ആരുമില്ല, എൻ്റെ പിന്നിലിരിക്കുന്നവരും ആരുമില്ല, നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞാനുമില്ല. നമ്മളെല്ലാവരും ജീവിതത്തിൽ പാപം ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയിലെ ജനങ്ങളോട് പറയാണ്, ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണെന്ന് നമുക്കറിയാമല്ലോ. പക്ഷെ അവിടെ കടന്നു വന്ന ആ കോളനിയിൽ വന്ന് താമസിച്ചിരുന്ന ആളുകളോട് പറയുകയാണ്, നിങ്ങൾ കടന്നു വന്നത് നിങ്ങളുടെ ജാതീയ പശ്ചാത്തലം നിന്ന്. അന്നത്തെ ജാതീയ പശ്ചാത്തലം പറഞ്ഞാൽ റിയലി ഇമ്മോറൽ ലൈഫ് സ്റ്റൈലാണ്. അതുകൊണ്ടാണ് പൗലോസ് എഴുതിയ സകല ലേഖനങ്ങളിലും എബ്രായ ലേഖനം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി 13 ലേഖനങ്ങളിലും സെക്ഷൽ ഇമ്മൊറാലിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അന്നത്തെ ജീവിതം അത്രയായിരുന്നു. റോമൻ കൾച്ചറാണ് ലോകത്തിലുണ്ടായിരുന്നത്. റോമൻ കൾച്ചർ വളരെ വൾഗറായിട്ടുള്ളൊരു കൾച്ചറായിരുന്നു. അതുകൊണ്ട് ഇവരെല്ലാം അവർ സ്വതമായിട്ട് ജീവിച്ച എന്തെങ്കിലും കർത്താവിലേക്ക് വരുന്നതിന് മുമ്പേ പാപത്തിന് അടിമകളായിട്ട് കിടന്നവരാ. അവിടെ അധാർമിക ജീവിതമായിരുന്നു. ആ അധാർമിക ജീവിതത്തിന് എന്താണ് മാർഗം? അതാണ് രണ്ടാമത്തെ വിഷയം. വി ആർ മോറലി കറപ്റ്റ്. അത് തന്നെയാണ് കൊടുത്തിരിക്കുന്ന ഒരു ഭാഷയാണ്, പൗലോസ് കൊടുത്തിരിക്കുന്ന ഒരു ഭാഷയാണ് ദ സർക്കംസിഷൻ ഓഫ് അവർ ഫ്ലെഷ് എന്നുള്ളത്. അപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടാക്കി. അതാണ് ഇവിടുത്തെ മെയിൻ വിഷയം. നമ്മൾ വായിച്ച വേദഭാഗത്തെ മെയിൻ വിഷയം അവിടാണ്. അതിന് പരിഹാരമായിട്ട് അവിടെ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഒന്ന്, എൻ്റെ മൃതപ്രായമായ അവസ്ഥയിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരാൻ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അയച്ച് എന്നെ ക്വിക്കൻ ചെയ്തു. രണ്ടാമത്, എൻ്റെ അധാർമികത എന്നിൽ നിന്നും മാറ്റിക്കളവാൻ തക്കവണ്ണം ദൈവം ഉപയോഗിച്ച മാർഗത്തെക്കുറിച്ച് അവിടെ പറഞ്ഞേക്കുന്നത് എന്താ അറിയാമോ? ഹി നെയിൽഡ് ഇറ്റ് ടു ദ ക്രോസ് എന്നാണ് എഴുതിയേക്കുന്നത്. ക്രൂശിനോട് ചേർത്ത് തറച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്ന ഭാഗം. രണ്ടാമത്തെ ഭാഗമാണ്. 14-15 വാക്യങ്ങളിൽ എങ്ങനെയാണ് കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഇത് ചെയ്തു തന്നത് എന്നുള്ളതിൻ്റെ ഒരു സംക്ഷിപ്തമായ ചിത്രമാണ് അവിടെ കിടക്കുന്നതെങ്കിലും വിശദമായ അനേക കാര്യങ്ങൾ അവിടെ ഉണ്ട്. അവിടെ പറഞ്ഞേക്കുന്നത് ചട്ടങ്ങളാൽ നമുക്ക് വിരുദ്ധമായിരുന്ന, അങ്ങനല്ലേ മലയാളത്തിൽ അങ്ങനല്ലേ, ചട്ടങ്ങളാൽ നമുക്ക് വിരുദ്ധമായിരുന്ന കൈയെഴുത്തിനെ, 14-ാം വാക്യം, അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ചു. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ചു നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അത് വലിയൊരു പ്രസ്താവനയാണ്, വളരെ പ്രസക്തമായൊരു പ്രസ്താവനയാണ്. എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? 3 കൂട്ടം കാര്യങ്ങൾ എനിക്ക് അവിടെ നിന്ന് കാണിച്ചു തരണം. ഒന്നാമത്, ചട്ടങ്ങളാൽ നിങ്ങൾക്ക് വിരുദ്ധമായ ഒരു കൈയെഴുത്തുണ്ട് എന്ന് പറഞ്ഞാൽ അതേ ആശയം തന്നെ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലും പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങളാണെന്നൊന്ന് വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ ചെന്ന് പഠിക്കേണ്ടവർക്ക് ആ വിഷയം എടുത്ത് വായിക്കാം. അവിടെ പറയുകയാണ്, ചട്ടങ്ങളാൽ നിങ്ങൾക്ക് വിരുദ്ധമായ ഒരു കൈയെഴുത്തുണ്ട്. എന്താണ് ആ കൈയെഴുത്ത്? അത് ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് ദ ഓർഡിനൻസസ്. ആ വാക്ക് കേൾക്കുമ്പോഴേ നമുക്കറിയാം ന്യായപ്രമാണത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നമ്മളാരും യഹൂദനാട്ടിൽ ജനിച്ചവരല്ല. ഞാൻ കൊട്ടനാട്ട് ഗ്രാമത്തിൽ വളർന്നവനാ, നിങ്ങളും കൊട്ടനാട്ട് ഗ്രാമത്തിൽ ഉള്ളവരാ.
അപ്പൊ ഈ ഗ്രാമത്തിൽ ജനിച്ച നമുക്ക് ആർക്കും ന്യായപ്രമാണം തന്നില്ല. 3500 വർഷം മുമ്പ് ദൈവം തന്റെ ന്യായപ്രമാണം മോശയിലൂടെ കൈമാറിയത് നമുക്ക് വേണ്ടിയല്ല, യഹൂദ ജാതിക്ക് വേണ്ടിയാ. പക്ഷെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ ന്യായപ്രമാണത്തിന് 2 ഭാഗമുണ്ട്. ഒന്ന് ഓർഡിനൻസസ്, നിയമങ്ങൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുക. ഇന്നത് ചെയ്യുന്നത് തെറ്റ്, ഇന്നത് ചെയ്യുന്നത് തെറ്റ്, ഇന്നത് ചെയ്യുന്നത് കുറ്റക്കാരൻ, ഇന്നത് ചെയ്യണം, ഇന്ന് ശിക്ഷ ഇന്നതാണ്. അങ്ങ് വലിയൊരു ഒരു ലിസ്റ്റ് എഴുതി വെച്ചിരിക്കുക അവിടെ. പക്ഷെ ഞാൻ അറിഞ്ഞ പോലുമില്ല. ഞാൻ ഇങ്ങ് ഭാരതത്തിലാണ് ജീവിക്കുന്നത്, ഞാൻ ഇങ്ങ് ഭാരതത്തിലാണ് ജനിച്ചതും വളർന്നതും. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു ന്യായപ്രമാണം ഉണ്ടെന്ന് എനിക്ക് അറിയത്ത് പോലും ഇല്ലായിരുന്നെങ്കിൽ പോലും ഞാൻ ആ ന്യായപ്രമാണത്തിൽ തെറ്റെന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ അറിവില്ലാതെ ചെയ്തതാണെങ്കിൽ പോലും ചെയ്യുമ്പോൾ ഞാൻ ആ ന്യായപ്രമാണത്തിന് കീഴിലായിപ്പോയി. ബൈബിൾ ഒരിക്കലും വായിച്ചിട്ടില്ലാത്ത മറ്റ് ജാതിക്കാരായ മനുഷ്യരെ കുറിച്ച് ചിന്തിച്ചു നോക്കി. അവരോട് പോലും ദൈവത്തിന്റെ വചനം പറയുന്നതാണ്, ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് ചെയ്യാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. അപ്പൊ ന്യായപ്രമാണത്തിൽ തെറ്റെന്ന് പറയുന്ന കാര്യം ഇന്ത്യക്കാരൻ ചെയ്താൽ അവനും ശപിക്കപ്പെട്ടവൻ, അറബി ചെയ്താൽ അവനും ശപിക്കപ്പെട്ടവൻ, വെള്ളക്കാരൻ ചെയ്താൽ അവനും ശപിക്കപ്പെട്ടവൻ, കറുത്തവർഗക്കാരൻ ചെയ്താൽ അവനും ശപിക്കപ്പെട്ടവൻ. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ആഴമായ ഒരു ഗ്രാഹ്യം കിട്ടിയപ്പോൾ പറഞ്ഞ സകലതിനെയും, റോമാലേഖനത്തിൽ നമ്മളോട് പറയുന്നത് സകലതിനെയും ന്യായപ്രമാണം അങ്ങ് വെച്ച് അടച്ചു കളഞ്ഞു, സകലതിന്റെ കീഴിലാക്കി കളഞ്ഞു. ഇതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ചട്ടങ്ങളാൽ നമുക്ക് വിരുദ്ധമായ ഒരു കൈയെഴുത്തുണ്ട് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ കൈയെഴുത്തുന്നതിനെ കുറിച്ച് ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം. അപ്പോൾ അവിടെ മലയാളത്തിൽ എഴുതിയേക്കുന്ന കൈയെഴുത്തെന്ന, ഇംഗ്ലീഷിലും പല ഭാഷാന്തരങ്ങളും എഴുതിയേക്കുന്നത് ഹാൻഡ് റൈറ്റിംഗ് എന്ന. പക്ഷേ അവിടെ പൗലോസ് ഉദ്ദേശിച്ച പദം അതല്ല, ഉപയോഗിച്ച പദം അതല്ലായിരുന്നു. പൗലോസ് ഉപയോഗിച്ച ഗ്രീക്ക് ഭാഷയിൽ പദം എന്ന് പറയുന്നത് കൈറോഗ്രാഫോൺ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പദമാണ് താൻ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചത്. അതെന്താണ് മനസ്സിലാക്കുമ്പോഴേ ഈ വേദഭാഗത്തിന്റെ ആഴം നമുക്ക് പിടികിട്ടത്തുള്ളൂ. കൈറോഗ്രാഫോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഞങ്ങളിവിടെ വൃന്ദാവനത്താണ് ജനിച്ചു വളർന്നതേ. ഞങ്ങൾ സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന. അപ്പോൾ എൻ്റെ തമിഴ്നാട്ടിൽ ഈ സേലത്ത് കൂപ്പിൽ തടിയടിക്കുന്ന ലോറിയിലെ ഡ്രൈവറായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ. അപ്പോൾ ഫാദർ മാസത്തിലൊരിക്കലേ വരത്തുള്ളൂ. മാസത്തിലൊരിക്കൽ വരുമ്പോൾ ആണ് പലചരക്കടയിലെ കടം വീട്ടുന്നത്. അല്ലാത്ത ദിവസങ്ങളിലെല്ലാം മൂത്ത മോനുള്ള നിലയിൽ എന്നെ പറഞ്ഞു വിടും, സണ്ണി പോയി നീ കടയിൽ പോയി ഇത്ര അരി, ഇത്ര ഉപ്പ്, ഇത്ര മുളക് എല്ലാം വാങ്ങിച്ചോണ്ട് വാ എന്ന് പറഞ്ഞ് എൻ്റെ അമ്മ എന്നെ പറഞ്ഞു വിടും. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്ന ഉടനെ, അന്ന് കമ്പ്യൂട്ടർ ഇല്ലല്ലോ, അന്ന് ആഡിങ് മെഷീൻ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അവിടെ ചെല്ലുന്ന ഉടനെ നമ്മുടെ കാവുങ്കലെ കുഞ്ഞുമാച്ചായൻ എന്ന് പറയുന്ന ഇവിടെ വളരെ 100 വയസ്സ് കഴിഞ്ഞ് മരിച്ച ഒരു അപ്പച്ചനുണ്ടല്ലോ, ആ അപ്പച്ചൻ്റെ കടയിൽ നിന്നാണ് സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നത്. അപ്പോൾ കുഞ്ഞുമാച്ചാൻ്റെ കടയിൽ ചെല്ലുന്ന ഉടനെ എന്നെ കാണുന്ന സണ്ണി മോനെ എന്തിനാ വന്നേ? അപ്പോൾ ഞാൻ പറയാം, അമ്മച്ചി ഇന്നെന്ന് വാങ്ങിക്കാനും പറഞ്ഞു വിട്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ അച്ഛൻ എടുത്തു തരും. എടുത്തു തന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ? ഒരു പുസ്തകം തൻ്റെ കയ്യിലുണ്ട്, ഒരു ബുക്ക് തൻ്റെ കയ്യിലുണ്ട്. ആ ബുക്കിൽ ഒരു പേജ് ഞങ്ങളുടെ കുടുംബത്തിന് വെച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയെ എല്ലാവരും വിളിക്കുന്ന കടിയംകുന്നലെ ഏലിയാമ്മയെന്ന്. അപ്പോൾ കടിയംകുന്നലെ ഏലിയാമ്മ ഫിലിപ്പ് എന്ന് എഴുതിയ ഒരു പേജ് ആ ബുക്കിലുണ്ട്. അപ്പോൾ ഞാൻ എന്തെല്ലാം സാധനം കടയിൽ നിന്ന് വാങ്ങിച്ചോ അതെല്ലാം ആ പേജിൽ കുഞ്ഞുമാച്ചൻ എഴുതി വെക്കും. എഴുതി വെച്ചിട്ട് മാസത്തിൻ്റെ ഒടുവിൽ എൻ്റെ ഫാദർ വരുമ്പോൾ ഞങ്ങൾ കൊണ്ട് പണം കൊടുക്കും. പിന്നെ അടുത്ത മാസം ഈ പരിപാടി തുടങ്ങും. അപ്പോൾ കൈറോഗ്രാഫോൺ ഉള്ള ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം കടച്ചീട്ടെന്ന, കടച്ചീട്ട്. നമ്മുടെ ഒക്കെയും ജീവിതത്തിൽ നമ്മൾ പാപം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുക. ഇന്ന് നമുക്ക് മനസ്സിലാക്കാം, കമ്പ്യൂട്ടർ യുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഓരോ ട്രാൻസാക്ഷൻ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിന്ററുമായിട്ട് പോകുമ്പോൾ നമുക്ക് കാണാം. അന്നതുപോലെ സ്വർഗത്തിലെ കോടതിയിൽ നമ്മുടെ ഓരോ പാപങ്ങളും അങ്ങോട്ടങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റർ ചെയ്യപ്പെടുക. അപ്പോൾ പാപത്തിൻ്റെ വലിയൊരു ചീട്ട്. ചീട്ടിനെ എങ്ങനെയാ പൗലോസ് വിളിച്ചേക്കുന്നത് ഇവിടെ? ചട്ടങ്ങളാൽ നമുക്ക് വിരുദ്ധമായിരുന്ന കൈയെഴുത്ത്. എന്താണ് അങ്ങനെ വിളിക്കാൻ കാരണം എന്നറിയാമോ? ഈ കൈയെഴുത്ത്, ഈ പാപത്തിന്റെ ചീട്ട് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ന്യായപ്രമാണം. അപ്പൊ ഈ ചീട്ട നോക്കിയിട്ട് ന്യായപ്രമാണം ഡിക്ലെയർ ചെയ്യും, ഈ പാപം തെറ്റ്, ഇത് തെറ്റ്, ഇത് തെറ്റ്, ഇതിന് ശിക്ഷ കൊടുത്തേക്കത്തുള്ളൂ, ഇതിന് ശിക്ഷ കൊടുത്തേക്കത്തുള്ളൂ, ഇതിന് ശിക്ഷ കൊടുത്തേക്കത്തുള്ളൂ, സണ്ണി ഫിലിപ്പ് ഇതിന് ശിക്ഷ കൊടുത്തേക്കത്തുള്ളൂ. ഇതാണ് ന്യായപ്രമാണത്തിന്റെ ഡിമാൻഡ്. അതുകൊണ്ടാണ് ചട്ടങ്ങളാൽ നമുക്ക് വിരുദ്ധമായിരുന്ന കൈയെഴുത്ത് എന്ന അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വിളിക്കാൻ തക്കോണം ഇടയായിട്ട് തീർന്നത്. പക്ഷേ ദൈവം തമ്പുരാൻ തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചപ്പോൾ നമ്മുടെ ഈ വിഷയത്തിന് പരിഹാരം വരുത്താൻ തക്കോണം തീരുമാനിച്ചു. എങ്ങനെയാണ് വിഷയത്തിന് പരിഹാരം വരുത്തിയെന്ന് 2 കാര്യങ്ങൾ അപ്പോസ്തലൻ അവിടെ പറയുന്നുണ്ട്. ഒന്ന് നോക്കിയേ, ഒന്നാമത് പറയാണ് അതിനെ ക്രൂശോട് ചേർന്ന് തറച്ചു.
അതിനെ ക്രൂശോട് ചേർത്ത് തറച്ചു. നിങ്ങൾ എൻ്റെ കൂടെ വരണം, എൻ്റെ കൂടെ ചിന്തിക്കണം. എൻ്റെ രക്ഷ എന്ന് പറഞ്ഞാൽ കൈവെക്കുന്നതല്ല. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ രക്ഷയൊക്കെ അങ്ങ് സിംപ്ലിഫൈ ചെയ്ത് കളഞ്ഞു, ലഘൂകരിച്ച് കളഞ്ഞു. നമ്മുടെ വിചാരം എന്താണെന്ന് ചോദിച്ചാൽ, ആരെങ്കിലും ഇതുപോലെ ഒന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഒടുവിൽ ഇന്ന് രാത്രികാലം യേശുവിനെ സ്വീകരിക്കാൻ മനസ്സുള്ളവരൊക്കെ കരങ്ങൾ ഉയർത്തിയാട്ടെ എന്ന് പറയുമ്പോൾ കരം ഉയർത്തുന്നതാണ് രക്ഷയെന്ന്. അല്ല, അതിൻ്റെ അകത്ത് വന്ന രൂപാന്തരത്തിന്റെ ഒരു പ്രതിച്ഛായയാണെങ്കിൽ, അതിൻ്റെ സിഗ്നൽ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇതിന്റെ അകത്ത് രൂപാന്തരം വന്നിട്ടില്ലെങ്കിൽ, രക്ഷ എന്താണെന്ന് ഇന്ന് വരെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഇവിടെ അപ്പോസ്തലൻ പൗലോസ് നമ്മളോട് പറയുകയാണ്, വാസ്തവത്തിൽ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? വാസ്തവത്തിൽ ഞാനും നിങ്ങൾ ദൈവമക്കളായി തീർന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇവിടെ ഞാൻ എനിക്കെതിരായിട്ട് ചട്ടങ്ങളാൽ എനിക്ക് വിരുദ്ധമായിട്ട് നിരന്തരമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന all the ordinances of the law, ദയാപ്രമാണത്തിന്റെ സകല വ്യവസ്ഥകളും എന്നെ താറടിക്കാൻ തക്കവണ്ണം, എന്നെ ഇല്ലാതാക്കാൻ തക്കവണ്ണം, എന്നെ ശിക്ഷാവിധിക്ക് അണ്ടർ കൊണ്ടുവരാൻ തക്കവണ്ണം പരിശ്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്റെ ദൈവത്തിന് എന്നോട് മനസ്സ് തോന്നി. ഹല്ലേലൂയ. എന്റെ ദൈവത്തിനോട് മനസ്സ് വന്നിട്ട് എന്റെ ദൈവം എന്താണ് ചെയ്യുന്നത് അറിയാമോ? തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. പ്രൈസ് ദി ലോർഡ്. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് അത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ പുത്രൻ എന്റെയും നിങ്ങളുടെയും പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഇനി ഞാൻ അല്പം കൂടെ നിങ്ങളെ ആഴത്തിലേക്ക് കൊണ്ടുപോകാൻ പോവുക. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിന് മുകളിൽ ഒരു കുറ്റപത്രം എഴുതി വെച്ചിരുന്നു. എന്താണ് എഴുതി വെച്ചിരുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന് സ്വയം അവകാശപ്പെട്ടു. അതായിരുന്നു കുറ്റപത്രം. റോമൻ പട്ടാളക്കാരെഴുതി വെച്ച ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞാൽ നമ്മളെ NRI ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. അത് മാത്രമേ കടന്നുപോയവരെല്ലാം കണ്ടുള്ളൂ. ഭൗതിക മണ്ഡലത്തിൽ എല്ലാവരും അതേ കണ്ടുള്ളൂ. പക്ഷേ അപ്പോസ്തലൻ പൗലോസ് ഉണ്ടല്ലോ, രക്ഷയ്ക്കായിട്ട് കഴിഞ്ഞപ്പോൾ ക്രൂശിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ധ്യാനിച്ചത്. ക്രൂശിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ എഴുതിയത്. താൻ ക്രൂശിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കും തോറും ആണ് ഞാൻ രക്ഷ എന്ന വിഷയത്തിൻ്റെ ആഴം എത്രമാത്രം ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ഇപ്പോഴും മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ക്രൂശിനെ കുറിച്ച് ധ്യാനിച്ച് വന്നപ്പോൾ അപ്പോസ്തലൻ പൗലോസ് മനസ്സിലാക്കി, ഇവിടെ മനുഷ്യൻ കണ്ട ഒരു കുറ്റപത്രമേ ഉള്ളൂ യേശുവിനെ കുറിച്ച്. മറ്റൊന്നും അനേകരും വന്ന് കള്ളസാക്ഷ്യം പറഞ്ഞ് ഒന്നും ഫലിച്ചില്ല. അതുകൊണ്ട് അതൊന്നും റോമക്കാർ അവിടെ എഴുതി വെച്ചുമില്ല. എന്നാൽ ഒരു കാര്യം അവിടെ എഴുതി വെച്ചു, ഇവൻ യഹൂദന്മാരുടെ രാജാവാണെന്ന് ഇവൻ അവകാശപ്പെട്ടു. ഇത് മാത്രമേ അവർ എഴുതി വെച്ചുള്ളൂ. ഇത് മാത്രമേ ഭൗതിക മണ്ഡലത്തിൽ കണ്ടുള്ളൂ. എന്നാൽ അപ്പോസ്തലൻ പൗലോസ് ഈ വേദഭാഗത്ത് നമ്മളോട് പറയുന്നത് എന്താണെന്നറിയാമോ? അല്ല, ആ ഒരു ഒന്നല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ രക്ഷിക്കപ്പെടാനുള്ള കോടാനുകോടി മനുഷ്യരുടെ കഴിഞ്ഞ 2000 കൊല്ലം കൊണ്ട് കർത്താവായി യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവരുടെ ക്രൂശ് മരണത്തെ തങ്ങളുടെ പാപത്തിന്റെ പരിഹാര മാർഗമായിട്ട് ഏറ്റുപറഞ്ഞ് ദൈവവൈതലായി തീർന്ന സകല ദൈവമക്കളുടെയും ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഈ കുറ്റപത്രം ഉണ്ടല്ലോ, ഈ കടച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം ആ ക്രൂശിനോട് ചേർത്ത് ആണി തറച്ചിട്ടുണ്ടായിരുന്നു. സന്തോഷം ഉണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഇന്ന് രാത്രികാലം നമ്മളിവിടെ സന്തോഷത്തോടു കൂടെ ഇരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ കുറ്റപത്രം ഇന്ന് എന്റെ പക്കലില്ല, എനിക്കെതിരായിട്ടില്ല. കാരണം എന്താണെന്നറിയാമോ? എനിക്കെതിരായിട്ടുണ്ടായിരുന്ന ന്യായപ്രമാണം ചുമത്തിയ ആ കുറ്റപത്രം എന്റെ യേശുവിന്റെ ക്രൂശിനോട് ചേർത്ത് തറയ്ക്കപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ നിങ്ങളുടെ പാപവും നിങ്ങളുടെ ജീവിതത്തിലെ സകല പാപത്തിനും കൂടെ അവൻ പരിഹാരം വരുത്തി എന്നുറപ്പുള്ള എല്ലാവരും കരങ്ങൾ ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഒന്നുകൂടെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. കാരണം ബൈബിൾ പറയുന്നത് രക്ഷയുടെ ഉല്ലാസം കൊണ്ട് അവൻ എന്നെ പട്ടുടുപ്പിക്കുന്ന പോലെ ഉടുപ്പിച്ചെന്നാ. പ്രൈസ് ദി ലോർഡ്. കാരണം രക്ഷയ്ക്ക് ഒരു ഉല്ലാസമുണ്ട്, രക്ഷിക്കപ്പെട്ടവന് ഒരു ഉല്ലാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, മൗനമായിരിക്കാതെ അവന് സ്തുതി പാടേണ്ടതിന് തന്നെ ഇന്ന് രാത്രികാലം രക്ഷിക്കപ്പെട്ടവരാണ് വാസ്തവമായി ബോധ്യമുള്ള സകലരും വായ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, എന്റെ പാപങ്ങളെല്ലാം മാറിപ്പോയി. എന്റെ പാപങ്ങളെ എല്ലാ ക്രൂശിനോട് ചേർത്ത് അറച്ചു. എന്റെ യേശു ക്രൂശ് കിടന്നുകൊണ്ട് വേദനയോടുകൂടെ മരിക്കുമ്പോൾ എന്റെ പാപത്തിന് വേണ്ടിയായിരുന്നു മരിച്ചതെന്ന് പറയുവാൻ എനിക്കതുകൊണ്ട് ഒട്ടും മടിക്കേണ്ട കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. അദൃശ്യമായ ലക്ഷക്കണക്കിന് ചീട്ടുകൾ ആ ക്രൂശിനോട് ചേർത്ത് തറച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എൻ്റെ പാപം ഉണ്ടായിരുന്നു, നിങ്ങളുടെ പാപം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ദി ലോർഡ്. തീർന്നില്ല. അവിടെ അപ്പോസ്തലൻ പൗലോസ് എന്നോട് ഒരു ഭാഗം കൂടെ പറയുന്നുണ്ട്, അല്പം കൂടെ ആഴത്തിലേക്ക് അവൻ പോകുന്നുണ്ട്, അത് നോക്കണം. എന്നിട്ട് ക്രൂശിനോട് തറച്ചെന്ന് മാത്രമല്ല, രണ്ടാമതൊരു പദപ്രയോഗം കൂടെ അവിടെ ഉണ്ട്. എന്താണെന്ന് എഴുതിയിരിക്കുന്നത്? എന്താണ്? ക്രൂശിനോട് തറച്ച് മായിച്ചു കളഞ്ഞു. ഇപ്പോൾ ഈ മലയാളം ബൈബിളിൽ ചിലപ്പം ചില ഭാഗത്തൊക്കെ പ്രോപ്പർ വേർഡല്ല ഗ്രീക്ക് ഭാഷയുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ. എന്നാൽ ഈ വേദഭാഗത്ത് വളരെ പ്രോപ്പറായിട്ടുള്ള ഒരു വേദഭാഗമാണ് ഈ മലയാളം ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം അവിടെ അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എക്സലൈഫോ എന്ന് പറയുന്നതായിട്ടുള്ളൊരു ഗ്രീക്ക് പദമാണ്. ആ പദത്തിൻ്റെ അർത്ഥം ഒരു കുഞ്ഞുങ്ങൾ കടലാസിൽ പെൻസിൽ കൊണ്ട് എഴുതുന്നു. അവർ 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുക, അവരെഴുതുമ്പോൾ അവർ ഒരുപാട് മിസ്റ്റേക്ക് വരുത്തുന്നു. അപ്പോൾ ആ പെൻസിലിൻ്റെ മറുഭാഗത്ത് നമുക്കറിയാമല്ലോ ഒരു റബ്ബറുണ്ട്. ആ റബ്ബർ കൊണ്ട് പ്രൈസ് ദി ലോർഡ് അവർ അത് പൂർണ്ണമായിട്ട് അത് തുടച്ച് മാറ്റി കഴിയുമ്പോൾ പിന്നെ ആ പേപ്പർ നോക്കിയാൽ ഒന്നും കാണാനില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, ആശയം മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ദൈവം ചെയ്ത ഇതാ, തൻ്റെ പുത്രനെ ക്രൂശിൽ മരിക്കാൻ അനുവദിച്ചപ്പോൾ നമ്മൾക്ക് വേണ്ടി ചെയ്തത് ഇതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാമോ? വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ച് സഹായിച്ചോട്ടെ. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ള നിലയ്ക്ക് ധരിച്ചിരിക്കുന്ന ഇവർ ആർ, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവരാണ് ഇവരെ. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കും, അവനെ രാപ്പകൽ ആരാധിക്കും. ആ പദപ്രയോഗം അവിടെ വരുന്നതിന് മുമ്പേ, വെളിപ്പാട് പുസ്തകത്തിൽ വരുന്നതിന് മുമ്പേ ഈ കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ ആദ്യമായിട്ട് ആ പിക്ചർ ഉണ്ട്. പക്ഷെ മലയാളം ബൈബിൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകത്തില്ല, ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാകത്തില്ല. ഇംഗ്ലീഷിൽ അനേക വേർഷൻസിൽ എഴുതിയിരിക്കുന്നത് ഹി ക്യാൻസൽഡ്, ചിലർക്ക് എഴുതിയ ക്യാൻസൽഡ് അവർ ഡെപ്റ്റ് എന്ന, നമ്മുടെ കടങ്ങളെല്ലാം ക്യാൻസൽ ചെയ്തെന്ന. പക്ഷെങ്കിൽ പൗലോസ് അതിനെക്കാട്ടിൽ ആഴമായിട്ടാണ് ചിന്തിച്ച്. ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്തുവാ? ഞാൻ മുമ്പേ പറഞ്ഞ കടച്ചീട്ട് ഓർത്തു നോക്കുക. കുഞ്ഞമ്മച്ചായൻ മനസ്സിലാക്കി കടിയുന്നില്ല ഏലിയാമ്മയുടെ പിള്ളേർക്ക് കടം വീട്ടാൻ പണമില്ല എന്ന് ചിന്തിച്ചെന്നിരിക്കട്ടെ. അവൻ ഇതെല്ലാം ക്യാൻസൽ ചെയ്യാൻ പോവാ എന്ന് ചിന്തിച്ചാൽ അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? ആ വെള്ളക്കടലാസിൽ കറുത്ത മഴ കൊണ്ട് എഴുതിയിരിക്കുന്നതിന് മുകളിലെല്ലാം ഒരു ചുമന്ന മഷി കൊണ്ട് എന്ത് ചെയ്യും? ക്രോസ് ചെയ്യും, അല്ലേ? ക്രോസ് ചെയ്യും. അപ്പോൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നാളെ കുഞ്ഞമ്മാച്ചായൻ്റെ മകൻ വന്ന് ആ കട ഏറ്റെടുത്താൽ ഞങ്ങളുടെ ഷീറ്റ് നോക്കുമ്പോൾ അറിയാം, ഓ ഇവർ ഇത്തിരി പൈസ ഞങ്ങൾക്ക് തരാനുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ അപ്പൻ ഇതെല്ലാം ക്ഷമിച്ചു കൊടുത്തു. പക്ഷെങ്കിൽ ക്ഷമിച്ചെങ്കിലും ഈ മകനുണ്ടല്ലോ, ഞങ്ങൾ കൊടുക്കാനുള്ള സകല കടങ്ങളും വായിക്കാം. ഇന്ന ദിവസം ഇത്ര രൂപ, ഇന്ന ദിവസം ഇത്ര രൂപ, ഇന്ന ദിവസം ഇത്ര രൂപ. അപ്പം ഇത് ക്രോസ് ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഈ അടുത്ത വരുന്ന ആളിന് ഇതെല്ലാം വായിക്കാം. ഇപ്പം മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ കർത്താവ് ചെയ്തെന്താണെന്ന് അറിയാമോ? നമ്മളെ രക്ഷിക്കാൻ തക്കവണ്ണം തീരുമാനിച്ചപ്പോൾ, നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കാൻ തക്കവണ്ണം തീരുമാനിച്ചപ്പോൾ അവൻ ഒരു തീരുമാനം എടുത്തു, ഇനി മേലിൽ ആരും ഇവൻ ജീവിതത്തിൽ ചെയ്ത ഒരു പാപത്തെക്കുറിച്ചും വായിക്കരുത്. ഹല്ലേലൂയ! മനസ്സിലാകുന്നവരും ദൈവത്തെ സ്തുതിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ ക്രൂശിൽ കിടക്കുമ്പോൾ കണ്ടവരൊക്കെയും അത് കണ്ടു. നമുക്കറിയാം, മഹാവിരോധം ചെയ്ത് പരാതി പറഞ്ഞു, ഇങ്ങനെ ഒരു ചീട്ട് അവിടെ എഴുതി വെക്കാൻ ഒക്കത്തില്ല എന്ന് പരാതി പറഞ്ഞൊക്കെ നമുക്കറിയാം. എന്നാൽ ആത്മീയ മണ്ഡലത്തിലെ, ഞാൻ പറഞ്ഞല്ലോ, ആത്മീയ മണ്ഡലത്തിലാണ് നമ്മുടെ ശത്രുക്കൾ കിടക്കുന്നത്. ആത്മീയ മണ്ഡലത്തിലെ നമ്മുടെ ശത്രു ക്രൂശെ നോക്കുമ്പോൾ എനിക്കെതിരായിട്ട് ഉണ്ടായിരുന്ന സകല ചീട്ടും, ഓർഡിനൻസ് പറഞ്ഞ സകല കടവും ആ ക്രൂശിനോട് ചേർത്ത് തറയ്ക്കുക മാത്രമല്ല, പിന്നെ എന്ത് ചെയ്യാൻ തക്കോണം എന്റെ ദൈവം തീരുമാനിച്ചറിയാമോ? അവന്റെ പുത്രന്റെ രക്തത്താൽ അതിനെ സമ്പൂർണമായിട്ട് മായ്ച്ചു കളവാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ! അതിന്റെ വ്യത്യാസം എന്താണെന്ന് പറയാമോ? ആർക്കും ഇന്നത് വായിക്കാൻ സാധ്യമല്ല. ഞാനൊരു ദിവസം എന്റെ പിതാവിന്റെ മുമ്പിൽ നിന്ന് നിൽക്കുമ്പോൾ ആമേൻ, മോശയുടെ ശരീരത്തിനെതിരെ അപവാദം പറയാൻ വന്ന പിശാച് പറയും, സണ്ണി ഫിലിപ്പിനെ സ്വർഗത്തിൽ കയറ്റാൻ കൊള്ളത്തില്ല, അവന്റെ ജ്യോതി ഇന്ന ദിവസം ഇന്ന തെറ്റ് ചെയ്തവനാ, ഇന്ന ദിവസം ഇന്ന ചെയ്തവനാ. അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് രേഖപ്പെടുത്തല്ലേ ദൈവമേ, ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നുടനെ, ഓ സ്വർഗസ്ഥനായ എന്റെ പിതാവ് എന്റെ പേരുള്ള ആ ഷീറ്റ് എടുത്ത് എന്റെ ശത്രുവിനെ കാണിച്ചിട്ട് പറയും, നോക്ക് നോക്ക് നോക്ക്, എവിടെയാ കട പാരുങ്ങോ.
എവിടെയാ കടഭാരങ്ങൾ? എവിടെയാ പാപത്തിന്റെ ലിസ്റ്റ്? എന്തു പറ്റി? ഞാൻ പാപം ചെയ്യാനിട്ടാണോ? ഞാൻ പൂർണ്ണനായ മനുഷ്യനായിട്ടാണോ? അല്ല. പിന്നെന്ത് സംഭവിച്ചു? അവന്റെ പുത്രന്റെ പുണ്യാഹ രക്തത്താൽ എന്റെ പാപങ്ങളെല്ലാം എന്നേക്കുമായിട്ട് മായ്ച്ചു കളവാൻ സ്വർഗത്തിന് മനസ്സായി. ഇന്ന് രാത്രികാല രക്ഷയുടെ സന്തോഷം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തിയാട്ട് ദൈവത്തെ സ്തുതിച്ചാട്ട്, ദൈവം നിങ്ങളോട് ചെയ്ത മഹാകരുണയെ കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാണെങ്കിൽ ഇന്ന് രാത്രികാലം കരങ്ങളെ ഉയർത്തിയാട്ട് ദൈവത്തെ സ്തുതിച്ചാട്ട്. All over this പന്തൽ, ഈ പന്തലിന്റെ എല്ലാ ഭാഗത്തുമുള്ള ദൈവങ്ങൾ കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാട്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 32 സങ്കീർത്തനത്തിൽ പാടിയത് അകൃത്യം. എങ്ങനെയാണ് 32 സങ്കീർത്തനം 1-ാം വാക്യം? നമ്മുടെ അകൃത്യം മോചിച്ചു എന്നാണ് മലയാള ഭാഷയിൽ എഴുതിയിരിക്കുന്നത്. എങ്കിലും നമ്മൾ മൂലഭാഷയിൽ നോക്കുമ്പോൾ അകൃത്യം മായ്ച്ചു കളഞ്ഞവൻ ഭാഗ്യവാൻ എന്നാണ്. കാരണം ഇന്ന് രാത്രികാലം എനിക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പഠിക്കേണ്ട ആവശ്യമില്ല. സണ്ണി ഫിലിപ്പ് ഒരു പെർഫെക്റ്റ് മനുഷ്യനൊന്നും അല്ലായിരുന്നു. സണ്ണി ഫിലിപ്പിൻ്റെ ജീവിതത്തിൽ പല തെറ്റുകളും വന്നിട്ടുള്ള മനുഷ്യനാണ്. പക്ഷേ എനിക്കിന്ന് എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ നിൽക്കാൻ മടിക്കേണ്ട ആവശ്യമില്ല. ആമേൻ. കാരണം എനിക്കറിയാമല്ലോ, നമ്മുടെ ഹൃദയങ്ങളെ തൂങ്ങി നോക്കുന്ന ദൈവമാണ്. മനുഷ്യൻ പുറമേയുള്ള നോക്കുമ്പോൾ ഹൃദയങ്ങളെ തൂക്കി നോക്കി ദൈവത്തിന് മുമ്പിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. പക്ഷെ നമുക്ക് ആർക്കും ഇന്ന് രാത്രികാലം ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ മടിക്കേണ്ട ആവശ്യമില്ല. പ്രിയ സഹോദരൻ, നിനക്ക് മടിക്കേണ്ട ആവശ്യമില്ല. പ്രിയ സഹോദര, നിനക്ക് മടിക്കേണ്ട ആവശ്യമില്ല. ദൈവദാസ, നിനക്ക് മടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് അറിയാമോ? നമ്മൾ ആരും ഇവിടെ വി ആർ നോട്ട് പുട്ടിങ് അപ്പ് എ ഷോ. ഇവിടെ ഒരു ഷോ നടത്തുകയല്ല, നമ്മൾ ആത്മീയരായിട്ട് നടുക്കുകയല്ല. പിന്നെ എന്ത് സംഭവിച്ചു? എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്റെ ജീവിതത്തിലെ കറഭാരങ്ങളെ, എന്റെ ജീവിതത്തിലെ പാപക്കറകളെ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം എന്നൊക്കെ കഴുകി മായ്ച്ചു കളഞ്ഞത് കൊണ്ട് അവന്റെ മുമ്പാകെ എൻ്റെ ഷീറ്റ് ഇന്ന് വെളിപ്പാ. അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടുകൂടി ദൈവത്തെ സ്തുതിക്കാം. സന്തോഷത്തോടുകൂടെ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം കഴിയും. അതുകൊണ്ടാണ് പൗലോസ് കോൺഫിഡൻസിനെ കുറിച്ച് തൻ്റെ ലേഖനങ്ങളിൽ പലപ്പോഴും നമ്മളോട് പറയുന്നത്. നമുക്കൊരു ദൈവമക്കളെന്ന് പറയുന്നത് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണമെന്ന് അവകാശപ്പെടുന്നത് കൊണ്ടാണ്. കാരണം നമ്മൾ ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയ തനിയെ കോൺഫിഡൻസ് ഉണ്ടാകും. ആരാണെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകാത്തത്. ഇനി 15-ാം വാക്യത്തിലേക്ക് വന്നിട്ട് ഞാൻ പെട്ടെന്ന് നിർത്താൻ 10 മിനിറ്റോടെ എനിക്കുള്ളൂ. ആ 15-ാം വാക്യത്തിൽ 2 ചിത്രങ്ങൾ കിടപ്പുണ്ട്. വളരെ പ്രധാനപ്പെട്ട 2 സന്ദേശങ്ങൾ ആ 15-ാം വാക്യത്തിലും കിടപ്പുണ്ട്. ഇൻ ദിസ് വേ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇൻ ദിസ് വേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇംഗ്ലീഷിലെ വേദഭാഗം തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അവൻ അടുത്തതായിട്ട് പറയാൻ പോകുന്ന കാര്യം ചെയ്തത്. എന്താണ് അവൻ ചെയ്തത്? 15-ാം വാക്യം, കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മൾ വേദോത്സവം പഠിക്കാൻ വെക്കണം സമയം എടുക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് പൗലോസ് പരിശുദ്ധാത്മാവിൻ്റെ ഇൻസ്പിറേഷൻ ഉണ്ടായപ്പോൾ വായി വന്നതെല്ലാം അങ്ങ് എഴുതി വിടുകയല്ലായിരുന്നു. പിന്നെയോ അന്നത്തെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവർക്ക് അറിയാവുന്ന ചരിത്ര പശ്ചാത്തലം ഉപയോഗിച്ചാണ് താൻ എഴുതിയത്. ഈ 15-ാം വാക്യം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു നല്ലൊരു സ്പിരിച്വൽ ലാംഗ്വേജാണ്, ഒരു ഫ്ലവറി സ്പിരിച്വൽ ലാംഗ്വേജാണ്. അതിനപ്പുറമായിട്ട് എന്താണെന്ന് പലപ്പോഴും നമുക്ക് മടി കിട്ടത്തില്ല. പക്ഷെ നമ്മളത് ആഴമായിട്ട് പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പൗലോസ് അവിടെ അന്നത്തെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അവർ പറഞ്ഞേക്കുന്നത്. റോമൻ വിക്ടറി പരേഡിനെ കുറിച്ചാണ് താൻ അവിടെ പറഞ്ഞേക്കുന്നത്. റോമ സാമ്രാജ്യമാണ് അന്ന് ലോകം ഭരിച്ചതെന്ന് നമുക്കറിയാമല്ലോ. അപ്പം റോം വിക്ടറി പരേഡിനെ കുറിച്ചാണ് പൗലോസിലൂടെ പറഞ്ഞത് നമ്മളെ മനസ്സിലാക്കാൻ തക്കവണ്ണം സഹായിക്കുന്ന വേറെ ഒരു ഗ്രീക്ക് പദം അവിടെ ഉണ്ട്. അതാണ് ഇന്ന് രാത്രികാലം ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്ന 3-ാമത്തെ ഗ്രീക്ക് പദം. ആ 15-ാം വാക്യത്തിൽ താൻ ഉപയോഗിച്ചേക്കുന്ന ഗ്രീക്ക് പദം ത്രയാംബുവോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദം ആ 15-ാമത്തെ വാക്യത്തിലുണ്ട്. ആ പദമാണ് നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നത്. പൗലോസ് വാസ്തവത്തിൽ ഇവിടെ വരച്ച് കാണിക്കുന്ന ചിത്രം റോമൻ മിലിറ്ററി പരേഡിനെ കുറിച്ചാണെന്ന് ഞാൻ വ്യക്തമാക്കി തരാം. ഒരു റോമൻ ജനറൽ വിദേശത്ത് പോകുന്നു. നമുക്കറിയാലോ, റോമ സാമ്രാജ്യം ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അവർ പോയി പുതുതായിട്ടൊരു രാജ്യം കീഴടക്കിയിട്ട് ആ രാജ്യത്തെ ജയാളിയായിട്ട് യുദ്ധം ജയിച്ച് ആ ജയാളിയായിട്ട് ആ ജനറൽ വരുമ്പോൾ ആ ജനറലെ സ്വീകരിക്കാൻ തക്കോണം റോമിലെ തെരുവിലുള്ള ആളുകളെല്ലാം ഇറങ്ങി വരുമ്പോൾ അദ്ദേഹം ഒരു കുതിരപ്പുറത്ത് ഇങ്ങനെ മുന്നിൽ യാത്ര ചെയ്യും. തൻ്റെ അടുത്തും വത്സരമായിട്ട് തൻ്റെ കൂടെ യുദ്ധം ചെയ്ത പടയാളികളെല്ലാം ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് യാത്ര ചെയ്ത് മുമ്പോട്ട് പോകും. അതിൻ്റെ പുറകിലായിട്ട് നാട്ടുകാരെല്ലാം ഉച്ചഘോഷം വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞിരുന്ന
ഒരു പദമാണ് ട്രയംഫേ. ലാറ്റിൻ ഭാഷയിൽ ട്രയംഫ്. അതിനകത്തുനിന്നാണ് ഇംഗ്ലീഷിൽ നമുക്ക് ട്രയംഫ് എന്നുള്ള പദം കിട്ടിയത്. അപ്പോൾ ഈ യുദ്ധം ജയിച്ചു വരുന്ന ഈ ജനറലിന് അവർ പ്രത്യേക പേര് കൊടുത്തിരുന്ന പേരാണ് ട്രയംഫെറ്റോർ എന്നാണ് അവർ കൊടുത്തിരുന്ന പേര്. അപ്പോൾ ഈ ട്രയംഫെറ്റോറിന് വേണ്ടിയുള്ള മാർച്ച് ആയതുകൊണ്ടാണ് ഇവർ ട്രയംഫേ എന്ന് വിളിച്ചുകൊണ്ട് കീജയ് നമ്മൾ വിളിക്കുന്ന പോലെ അവർ ലത്തീൻ ഭാഷയിൽ ട്രയംഫേ എന്ന് വിളിച്ചുകൊണ്ട് ഈ മനുഷ്യൻ്റെ പിന്നാലെ മാർച്ച് ചെയ്യും. അങ്ങനെ മാർച്ച് ചെയ്ത് പോകുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ മുമ്പിൽ പെൺകുഞ്ഞുങ്ങളെ വയ്ക്കും, സൗരഭ്യമുള്ള പൂക്കളൊക്കെ റോഡിൽ വാരി വിതറാൻ വിടും. പക്ഷെങ്കിൽ അതിൻ്റെ പിന്നാലെ ഒരുള്ളോട്ട് വരുന്നുണ്ട്. അതാരാണെന്നറിയാമോ? ഏത് രാജാവിനെ പോയി തോപ്പിച്ചോ ആ രാജാവ് ഇതിൻ്റെ പുറകെ ഉണ്ട്. ഒരു പട്ടാളക്കാരൻ ഒരു ചങ്ങലയിലോ ഒരു കയറയിലോ ഇട്ട് കെട്ടി ഇവനെ വലിച്ചുകൊണ്ട് വരിക, തോറ്റുപോയ രാജാവിനെ വലിച്ചുകൊണ്ട് വരിക. അപ്പോൾ ആ രാജാവിനെ നോക്കുമ്പോൾ കാണുന്ന ചിത്രമാണ് 15-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചിത്രം. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ രാജാവിനൊരിക്കൽ അവന് കിരീടം ഉണ്ടായിരുന്നു, ഇപ്പോൾ കിരീടമില്ല. ഒരു കാലത്ത് അവന് രാജകീയ വസ്ത്രം ഉണ്ടായിരുന്നു, ഇപ്പോൾ രാജകീയ വസ്ത്രമില്ല. ഒരു കാലത്ത് അവന് വലിയ അധിപനായിട്ട് വാണവനാണ്, പക്ഷെ ഇപ്പോൾ അവൻ ആരുമല്ല. എപ്പോഴും രാജാക്കന്മാരുടെ കയ്യിൽ നമുക്കറിയാമല്ലോ ആയുധങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ അവൻ്റെ കയ്യിൽ ആയുധമില്ല. അതാണ് പൗലോസ് 15-ാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ കർത്താവായ യേശുക്രിസ്തു ആത്മീയ മണ്ഡലത്തിൽ ഇതാണ് ചെയ്തതെന്നാണ് പൗലോസ് നമ്മളോട് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, ഇവൻ ഇവിടെ ഒരു ജയോത്സവം കൊണ്ടാടുകയായിരുന്നു. വാസ്തവം പറഞ്ഞാൽ കടന്നു പോകുന്ന മനുഷ്യർ നോക്കുമ്പോൾ അശരണനായി, കൂടെ നിൽക്കാൻ ആരുമില്ലാത്തവനായി, ഏകനായി ക്രൂശിൽ മരിക്കുന്ന ഒരു മനുഷ്യനെയാണ് കടന്നുപോയവർ കണ്ടത്. ഭൗതിക മണ്ഡലത്തിൽ അതാ കണ്ടത്. പക്ഷെ പൗലോസ് പറയാണ്, ആത്മീയ മണ്ഡലത്തിൽ പക്ഷെ അതല്ല നടന്നത്. ആത്മീയ മണ്ഡലത്തിൽ പക്ഷെ അതല്ല നടന്നത്. ആമേൻ. സംഗതികളുടെ വാസ്തവം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, സംഗതികളുടെ ഗൗരവം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭൗതിക മണ്ഡലത്തിൽ നിന്ന് നമ്മൾ ആത്മീയ മണ്ഡലത്തിലേക്ക് ഒന്ന് കടക്കണം. പ്രൈസ് ദി ലോർഡ്. അവിടെ പൗലോസ് പറയാണ്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്റെ യേശു ക്രൂശിൽ മരിച്ചപ്പോൾ എന്താ നടന്നതെന്ന്. നിങ്ങൾ വിചാരിച്ചവൻ ഏകനായിട്ട് മരിച്ചെന്ന്, അവൻ അശരണനായിട്ട് മരിച്ചെന്ന്, അവൻ ആർക്കും ദയ തോന്നാത്തവനായിട്ട് മരിച്ചെന്ന്. അതൊക്കെ ഭൗതികമായ ഭാഷയിൽ ശരിയാണ്. പക്ഷെ അവിടെ വേറൊരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു. He was becoming a triumphator. യുദ്ധം ജയിച്ചു വരുന്ന ഒരു ജയാളിയായിട്ടാണ് എന്റെ യേശു ക്രൂശിന്മേൽ കടന്നതെന്നാണ് അപ്പോൾ പൗലോസ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഈ റോമൻ ജനറൽമാര് ആയുധവർഗം വെപ്പിച്ച് മറ്റുള്ളവനെ ഒരു പരസ്യമായ കാഴ്ചയാക്കി. ഒരു കാലത്ത് വലിയ രാജാവായിട്ട് വാണരുള്ളവനാണ്, ഇപ്പോൾ പരസ്യ കോലമായിട്ട് ഇവിടെ പറഞ്ഞാല് ഒരു ചങ്ങലക്കിടപ്പെട്ടവനായിട്ടോ അല്ലെ ഒരു കയറിന്റെ ആൾ കെട്ടപ്പെട്ടവനായിട്ടോ ഇവിടെ പുറകെ നടന്നു വരുന്നത്. അതുപോലെ ആരെയോ ആക്കി എന്നാണ് അപ്പോസ്തലനായ പൗലോസ് അവകാശപ്പെടുന്നത്. ആരെയാണത്? അവരോട് പറഞ്ഞിട്ട് ഞാൻ വളരെ വേഗത്തിൽ നിർത്താം. ആരെയാണത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും അറിയാം, കർത്താവായ യേശു ക്രിസ്തു ശത്രുവായ പിശാചിന്റെ മേൽ ജയം ഘോഷിച്ചതിനെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നത് എന്ന് നമുക്കറിയാം. പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചിട്ട് മറുപടി പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാൻ പോവുകയാണേ. കർത്താവ് യേശു ക്രിസ്തു വാസ്തവത്തിൽ മരിച്ചില്ലേ? ക്രൂശിൽ അവൻ മരിച്ചല്ലോ, പിന്നെ എങ്ങനെ അവൻ ജയിച്ചെന്ന് പറയുന്നത് എങ്ങനെ? വാസ്തവത്തിൽ യേശുവിന് 2 പ്രകൃതി ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അവൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയ ഒരു മനുഷ്യ ശരീരം അവനുണ്ടായിരുന്നു. ആ അമ്മയിൽ നിന്ന് കിട്ടിയ മനുഷ്യ ശരീരം ഉണ്ടായിരുന്നു. മറ്റു മനുഷ്യർ മരിക്കുന്ന പോലെ അവൻ മരിച്ചു. അതവൻ്റെ 1ാമത്തെ പ്രകൃതി. എന്നാൽ അത് മാത്രമല്ല അവനുണ്ടായിരുന്ന പ്രകൃതി. പരിശുദ്ധാത്മാവിനാൽ ഭൂജാതനായിരുന്നത് കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതിലൂടെ വ്യാപരിക്കുന്ന വേറെ ഒരു ജീവന്റെ ശക്തിയുണ്ട്. അതിനെ ബൈബിളിൽ സോയി ലൈഫ് എന്ന് വിളിക്കും. ഒന്നും വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. സോയി ലൈഫ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ 2 പ്രമാണം കൂടെ ഈ ഒരു മൺകൂടാരത്തിൽ നിൽക്കുകയാണ്, ഒന്നിച്ചു നിൽക്കുകയാണ്. ഒരു ഭാഗത്തവൻ പൂർണ്ണ മനുഷ്യനാ, മറുഭാഗത്തവൻ പൂർണ്ണമായ ദൈവവുമാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അമ്മയിൽ നിന്ന് കിട്ടിയ മനുഷ്യ ശരീരം ഉണ്ടായിരുന്നുകൊണ്ട് അവൻ മരിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെങ്കിൽ അതേസമയം തന്നെ ഈ സോയി ലൈഫിന്റെ ഉടമയായിരുന്നത് കൊണ്ട് അവനെ മരണത്തിന് അടക്കി വെക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. നമ്മൾ ആരും യേശു മരിച്ചില്ലെന്ന് പറയത്തില്ല. യേശു മരിച്ചില്ലെന്ന് പറയുന്നത് മറ്റുള്ളവരാ. ഒരൊറ്റ ക്രൈസ്തവൻ പോലും ഒരിക്കലും പറഞ്ഞിട്ടില്ല യേശു മരിച്ചില്ല എന്ന്. യേശു മരിച്ചില്ല എന്ന് സ്ഥാപിക്കേണ്ട ആവശ്യം നമുക്കില്ല. കാരണം എന്താണെന്ന് അറിയാമോ? അവിടെയല്ല വിഷയം കിടക്കുന്നത്, അവിടെയല്ല ഗൗരവമായ വിഷയം കിടക്കുന്നത്. യേശു മരിച്ചു. യേശു മനുഷ്യത്വനായിട്ട് ഭൂമിയിൽ വന്നവനായതുകൊണ്ട് അവൻ മരിച്ചു. യാതൊരു സംശയമില്ല, അവൻ മരിച്ചു. 3 ദിവസം കല്ലറയ്ക്കുള്ളിൽ ഇരിക്കുകയും ചെയ്തു. അവൻ്റെ മൃതപ്രായമായ ശരീരം ഇരിക്കുകയും ചെയ്തു. പക്ഷെ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ബൈബിളിൽ വേറൊരു പദപ്രയോഗം കൂടെ ഉണ്ട്. മരണത്തിനോ അവനെ അടക്കി വെക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രികാലം നമ്മൾ യേശുവിനെ ആരാധിക്കുന്നത് അതുകൊണ്ടാ.
യേശു ജയിച്ചവനാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നലെ രാത്രി ഇവിടെ ഏതോ ദൈവദാസൻ പറഞ്ഞതുപോലെ ലോകത്തിൽ കടന്നു വന്ന സകല മറ്റു മത നേതാക്കന്മാരും മരിച്ചു. അവരുടെ കല്ലറകളെല്ലാം ഇന്ന് രാത്രി കാലം അടയ്ക്കപ്പെട്ടതായിട്ട് കിടക്കുമ്പോൾ, ആമേൻ, സകല സദ്ഗുരുക്കളുടെയും കല്ലറകൾ അടയ്ക്കപ്പെട്ടതായിട്ട് കിടക്കുമ്പോൾ ലോകത്തിൽ എന്നേക്കുമായിട്ട് തുറന്നു നോക്കാൻ നമുക്ക് കയറി ചെന്ന് നോക്കാവുന്ന രീതിയിൽ തുറന്നു കിടക്കുന്ന ഒരേ ഒരു കല്ലറ മാത്രമേ ഉള്ളൂ. ഇന്ന് നിങ്ങൾക്ക് മധ്യവസ്ഥയ്ക്ക് എന്നാൽ അതിനകത്ത് കയറി നോക്കാം. അവൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ ദൂതന്റെ പ്രഖ്യാപനം ശരിയായിരുന്നു എന്ന് ഈ 2025 നിങ്ങൾക്ക് എന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കാരണം എന്താണെന്ന് അറിയാമോ? മരണത്തിനോ അവനെ അടക്കി വെക്കുവാൻ കഴിഞ്ഞില്ല. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം കൂടെ പെട്ടെന്ന് വായിച്ചായിട്ട് ഞാൻ എന്നിട്ട് നിർത്താം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ആരാണ് ഈ പറയുന്നതെന്ന് അറിയാമോ? ആരാണ് ഈ പറയുന്നത് അറിയാമോ? നിങ്ങളുടെ കർത്താവ് പറയാ, യേശുവിന്റെ സാക്ഷ്യമായത്. നമ്മളെല്ലാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ യേശു നമ്മളോട് പറയാൻ പോകുന്ന സാക്ഷ്യമാണ്. നമ്മൾ നിഷേധിക്കുന്നില്ല യേശു മരിച്ചില്ലെന്ന്, യേശു നിഷേധിക്കുന്നില്ല യേശു മരിച്ചില്ലെന്ന്. യേശു സാക്ഷ്യം പറയുക, ഞാൻ മരിച്ചവനായിരുന്നു സത്യം. എന്നാൽ വായിച്ചാട്ടെ, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്, എന്റെ കൈവശമുണ്ട്. അപ്പോൾ ക്രൂശന്മേൽ അവൻ ജയോത്സവം കൊണ്ടാടി എന്ന് കൊലോസ്യലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞപ്പോൾ ഏത് കാര്യത്തിലാണ് അവൻ ജയോത്സവം കൊണ്ടായത്? ലോകസ്ഥാപനം മുതൽ മാനവജാതിയെ മരണഭീതിക്ക് അടിമയാക്കി ചങ്ങലയിട്ട് സൂക്ഷിച്ച, മരണത്തിന്റെ താക്കോലും കയ്യിൽ പിടിച്ചുകൊണ്ട് വട്ടമിട്ട് കറങ്ങിക്കൊണ്ട് നടന്ന പിശാച് യേശുവിന്റെ ശരീരം മരിച്ചു കഴിഞ്ഞപ്പോൾ, ആമേൻ, ഹല്ലേലൂയ, പറുദീസയിലേക്ക് അവൻ ചെന്നപ്പോൾ അവൻ വിചാരിച്ചു അവനെ ഇവിടെ ഇട്ട് സൂക്ഷിക്കാം എന്ന് വിചാരിച്ച് ഒന്ന് വീരവാദം മുടക്കി നോക്കി. പക്ഷെ അവൻ അറിഞ്ഞില്ല, ഇവൻ താൽക്കാലികമായിട്ട് ഇങ്ങോട്ട് വന്നവനാ. 2 ദിവസത്തേക്ക് കടമെടുത്ത ഒരു കല്ലറയാണ് അവന്റെ കല്ലറ. എന്നേക്കുമായിട്ട് കല്ലറ കിടക്കാനുള്ളവനല്ല അവൻ. ശാശ്വതമായി അവന് കൊണ്ട് പടുത്ത കല്ലറയല്ല. അരിമത്യക്കാരൻ ജോസഫിന്റെ കല്ലറ 2 ദിവസത്തേക്ക് മാത്രമായിട്ട് അവനൊന്ന് കടമെടുത്തതാണ്. 2 ദിവസം കഴിയുമ്പോൾ അവൻ ഇവിടുന്ന് പുറത്തേക്ക് പോകും. പക്ഷെ പുറത്തേക്ക് പോകുമ്പോൾ അവൻ വെറുതെ അല്ല പോകുന്നത്. നിന്റെ കയ്യിൽ നീ താക്കോലും വാങ്ങിച്ചോണ്ടാ പോകുന്നേ. നിന്റെ കയ്യിൽ നീ താക്കോലും വാങ്ങിച്ചോണ്ടാ പോകുന്നത്. ഫൈനലി നമ്മൾ വായിക്കാൻ പോകുന്ന വാക്യം എബ്രായ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. നോക്കി, അവിടെ എബ്രായ ലേഖനകർത്തൻ നമ്മളോട് പറയാണ്, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം മരണഭീതിയായിരുന്നു. പിശാചിന്റെ കയ്യിലുണ്ടായിരുന്ന ഏറ്റവും ശക്തമായ ആയുധം മരണഭീതിയായിരുന്നു. പക്ഷെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കയ്യിൽ നിന്ന് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ അങ്ങ് ഏറ്റുവാങ്ങിയെന്ന് മാത്രമല്ല, ആ പറുദീസ അവൻ കാലിയാക്കിക്കൊണ്ടാണ് പോയത്. നമുക്കറിയാമല്ലോ, എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, ഉയരത്തിൽ കയറിയപ്പോൾ ബദ്ധന്മാരെയും പിടിച്ചുകൊണ്ടുപോയി. പറുദീസ ഇന്ന് അവിടെ ഇല്ല. പറുദീസ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മളോട് പറയുന്നത്, പൗലോസ് തന്നെ നമ്മളോട് പറയുന്നത്, വിട്ടുപിരിഞ്ഞാൽ നമ്മൾ കർത്താവിനോട് വിടാം. ഇന്ന് പറുദീസ അങ്ങ് സ്വർഗത്തിലാണ്. അതുകൊണ്ട് നമ്മൾ വിട്ടുപിരിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ കർത്താവിൻ്റെ അരികിലേക്ക് പോവുക. കാരണം എന്താണെന്നറിയാമോ? ഇന്ന് നമ്മളെ തടഞ്ഞു നിർത്താൻ അവനെ കൊണ്ട് സാധ്യമല്ല. മരണത്തിൻ്റെ താക്കോൽ അവൻ്റെ കയ്യിലില്ല, പാതാളത്തിൻ്റെ താക്കോൽ അവൻ്റെ കയ്യിലില്ല. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ ആ അധികാരം മരണത്തിൻ്റെ മേലെ അവൻ അധികാരമുള്ളവന്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ മക്കളെ ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിച്ചെന്നിരിക്കാൻ പോകുന്ന ഇതാണ്, ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും നിമിഷത്തിൽ പിശാച് പഴയ കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് നിന്റെ അരികെ വന്നാൽ, 25 കൊല്ലം മുമ്പ് നിന്റെ ജീവിതത്തിൽ ഉണ്ടായൊരു വിഷയം ഓർപ്പിച്ചുകൊണ്ട് പിശാച് നിന്റെ അരികെ വന്നാൽ, നിനക്ക് ദൈവവേദായിരിക്കാൻ അവകാശമില്ല, നിനക്ക് അന്യഭാഷ പറയാൻ അവകാശമില്ല, നിനക്ക് കർത്തൃമേശയിൽ പങ്കെടുക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞിട്ട് പിശാച് വരുമ്പോൾ പറയണം, പിശാചെ നോക്ക്, എൻ്റെ ചീട്ട് വൈറ്റാ, എൻ്റെ ചീറ്റ് വെള്ളയാ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ രക്ഷകന്റെ പുണ്യാഹ രക്തത്താൽ ആമേൻ ഇത് സമ്പൂർണ്ണമായിട്ട് കഴുകി മായ്ക്കപ്പെട്ടതാണ്. ഞാൻ ദൈവത്തിൻ്റെ പൈതല. അതുകൊണ്ടാണ് നമ്മൾ വെള്ള എടുത്തുകൊണ്ട് നടക്കുന്നവരാണെന്ന് ബൈബിൾ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് മാത്രമല്ല, ഈ ഉറപ്പോടുകൂടെ തന്നെ ഞാൻ ജീവിക്കും. എൻ്റെ ജീവിതത്തിലെ ഉറപ്പിനെ നിനക്ക് എടുത്തു കളവാൻ തക്കവണ്ണം കഴിയത്തില്ല. എനിക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ എനിക്ക് ചോർത്തിക്കളവാൻ കഴിയത്തില്ല. ഞാനിങ്ങനെ തൻ്റെ ഇടത്തോടുകൂടെ ധൈര്യമായിട്ട് 2 കാലം ഉറച്ചതുകൊണ്ട് ഞാനൊരു ദൈവവേദലാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ ആയുഷ്കാലം
ജീവിതകാലം മുഴുവൻ ജീവിക്കും. എൻ്റെ ജീവിതം കഴിയുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഇതിലേക്ക് പോവുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതെന്നെ തടയുവാൻ തക്കവണ്ണം, നിന്റെ വിശ്വാസ ജീവിതത്തെ തടയുവാൻ തക്കവണ്ണം ഒരു ശത്രുവിന് സാധ്യമല്ല എന്ന് ഉറപ്പുള്ളവരും മാത്രം ഇന്ന് രാത്രികാലം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം കർത്താവിനെ വിളിച്ചാൽ ഞാൻ നേരെ എൻ്റെ കർത്താവിന്റെ അരികിലേക്കാണ് പോകുന്നത് എന്ന് ഉറപ്പുള്ളവർ ഇന്ന് രാത്രികാലം ദൈവത്തെ സ്തുതിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ മർത്യശരീരം മാറി വിൺമയമായ ഒരു ശരീരം ധരിച്ച് ആമേൻ അവനെ താൻ ഇരിക്കുന്നത് പോലെ ഞാൻ കാണാൻ പോകുന്നുവെന്ന് നല്ല ഉറപ്പുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തിയാട്ട് ദൈവത്തെ സ്തുതിച്ചാട്ട്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വരുത്തിയ ഈ വലിയ വലിയ നന്മകളെ ഓർത്ത് അവരെ തുടർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ആരാധിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും.